കൊളംബിയയുടെ പച്ചപ്പിൽ വിരിഞ്ഞ സൗമ്യതയുടെയും സത്യസന്ധതയുടെയും പ്രതീകമായിരുന്നു ആന്ദ്രേ എസ്കോബാർ. ദ ജെന്റിൽമാൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന്റെ ജേഴ്സിയേക്കാൾ പ്രശസ്തമായിരുന്നു. കാരണം കളിക്കളത്തിലെ അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിലും ഒരു കലാകാരന്റെ മനോഹാരിതയും ഒരു യോദ്ധാവിന്റെ ധാർമ്മികതയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാൽ കീഴിലാണോ അതോ ഹൃദയത്തിലാണോ ഫുട്ബോൾ എന്ന് കൊളംബിയൻ ജനത പോലും സംശയിച്ചു. 1994 അമേരിക്കൻ മണ്ണിലേക്ക് ലോകകപ്പിനായി കൊളംബിയൻ ടീം പറന്നുയരുമ്പോൾ അത് വെറും ഒരു ടീമായിരുന്നില്ല. പ്രതീക്ഷയുടെയും മാറ്റത്തിന്റെയും ചിറകുകളായിരുന്നു അവർ. തെരുവുകളിൽ മയക്കുമരുന്നിന്റെ നിഴൽ വീണ രാജ്യത്ത് കളിക്കളത്തിൽ ഒരു ലോകകിരീടം കൊണ്ടുവന്ന് ശുദ്ധീകരണത്തിന്റെ വെളിച്ചം വീശാൻ ഇറങ്ങിയ ധീരന്മാർ. പ്രതിരോധ നിരയിലെ ഉരുക്കുമുതലായി ആന്ദ്രേ എസ്കോബാർ ഉറച്ചു നിന്നു. ലോകം അവരെ അത്ഭുതത്തോടെ നോക്കി. ഇതാ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ പുതിയ രാജാക്കന്മാർ. 1994 ജൂൺ 22 റോസ് ബോൾ സ്റ്റേഡിയത്തിലെ ആ ഉച്ചതിരിഞ്ഞുള്ള സമയം. കൊളംബിയൻ ടീമിന്റെ ഓരോ കാലുകളും ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷകളുടെ ഭാരം പേറിയിരുന്നു. റൊമാനിയയുടെ ആദ്യ തോൽവിക്ക് ശേഷം അമേരിക്കക്കെതിരെ ഈ മത്സരം അവർക്ക് കേവലം കളിയായിരുന്നില്ല, അതിജീവനമായിരുന്നു.